ഹായ് ഓൾ, അപ്പോൾ നമ്മൾ മാത്സിലെ ഓരോ ചാപ്റ്ററിലെയും ഷോർട്ട് കട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിലെ ഒരു ഷോർട്ട് കട്ടാണ്. നമുക്കറിയാം ബൈനോമിയൽ തിയറത്തിനകത്ത് ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 6, ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 7, ഇങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് നിങ്ങൾ കാണാറുണ്ട്. സോ നോർമലി നമ്മളിത് ജനറൽ ടൈമിൻ്റെ ഫോമിലേക്ക് എഴുതിയിട്ട് ലെങ്തി സ്റ്റെപ്പിലാണ് സോൾവ് ചെയ്യാറുള്ളത്. പക്ഷെ നമുക്ക് കീമിന് അങ്ങനെ സ്റ്റെപ്പൊക്കെ എഴുതി സോൾവ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് അതിലേക്കാണ് പോകുന്നത്. സോ നമുക്കറിയാം ജനറൽ ടൈം ഓഫ് എ ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? TR+1 ഈക്വൽ ടു NCR ഇൻറ്റു A⁻n−r ഇൻറ്റു B⁻r എന്നാണ് അല്ലേ? സോ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കാം. ഇതാണ് നമ്മളുടെ ചോദ്യം. ദ കോൺസ്റ്റന്റ് ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x² മൈനസ് 2/x ഹോൾ റൈസ് ടു 6 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കോൺസ്റ്റന്റ് ടേം ഇൻ ദ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഈ എക്സ്പാൻഷനകത്തെ x⁻⁴ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിട്ടുള്ളത്. കാരണം x⁻⁴ എന്ന് പറയുമ്പോൾ 1 ആണ്. സോ അവിടെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ നമ്പർ മാത്രമേ വരുള്ളൂ. സോ നിങ്ങളോട് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഓർ കോൺസ്റ്റന്റ് ടേം ഇൻ ദ എക്സ്പാൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ x⁻⁴ കോഎഫിഷ്യൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആ കാര്യം ആദ്യം മനസ്സിലാക്കണം. സോ ഇതിപ്പോൾ ജനറലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ TR+1 ജനറൽ ടൈമിൻ്റെ ഫോർമുല നിങ്ങൾ എഴുതും. അവിടുന്ന് NCR അതായത് 6CR ദെൻ x² ഹോൾ റൈസ് ടു A⁻n−r. ഇവിടെ A എന്താണ്, x² ആണ്, n 6 ആണ്, n−r ഇൻറ്റു B എന്ന് പറയുമ്പോൾ ഇത് വരും, B⁻r വരും. സോ ഇവിടുന്ന് NCR അതുപോലെ 6CR ദെൻ ഇത് പവർ അങ്ങോട്ട് നമ്മൾ കൊടുത്തെഴുതി. ദെൻ ഇവിടുന്ന് -2 ഹോൾ റൈസ് ടു r ദെൻ ഈ 1/x⁻r മേലെ കൊണ്ടുപോയി x⁻⁻r കൊടുക്കുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് എഴുതും, കോൺസ്റ്റന്റ് ടൈമിനെ മാറ്റി എഴുതി ഒന്നിച്ച്, ദെൻ ഈ x⁻ പവർ വരുന്ന ടൈം മാറ്റി എഴുതി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, കോൺസ്റ്റന്റ് ടൈം ഇൻ ദ എക്സ്പാൻഷൻ, അത് x⁻⁴ കോഎഫിഷ്യന്റ് വേണം. സോ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, x⁻⁴ ഇക്വേറ്റ് ചെയ്യുന്നു. സോ അപ്പോൾ നമുക്കറിയാം ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. സോ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, 12 - 3r = 0 നമുക്ക് ഇക്വേറ്റ് ചെയ്ത് ഇവിടുന്ന് r-ന്റെ വാല്യൂ നമ്മൾ 4 കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? സോ r-ന്റെ വാല്യൂ 4 കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്കൊരു കാര്യം അറിയാം, TR+1 അതായത് T4+1 T5 അതായത് ഈ ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തെ 5th ടൈമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ടൈം മാത്രം നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി. സോ 6 കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ ഇനി കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം? സോ T5-നകത്തുനിന്ന് നമുക്ക് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സ് വരുന്ന ടേമിനകത്തുള്ള കോൺസ്റ്റന്റുകൾക്ക് മാത്രം നിങ്ങൾ ആ പവർ ഇട്ട് കൊടുത്താൽ മതി. സോ ഇവിടെ കോൺസ്റ്റന്റ് എന്ന് വരുന്നത് 1 ആണ്, എക്സിൻ്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, 1 നിങ്ങൾ എന്ത് കൊടുത്താലും 1 തന്നെ വരുന്നത്, നമ്മൾ അവിടെ എഴുതേണ്ട കാര്യമില്ല. സോ ദെൻ ഇവിടെ നിങ്ങൾക്ക് വരുന്നത് ഒരു -2 മാത്രമായിരിക്കും വരുന്നത്. സോ -2 ഹോൾ റൈസ് ടു എന്ത് കൊടുക്കും, നമ്മുടെ r ആണ്, r-ന്റെ വാല്യൂ 4. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, നമ്മുടെ ആ ഒരു കോൺസ്റ്റന്റ് ടൈമിൻ്റെ കോഎഫിഷ്യന്റ് നമുക്ക് ഇവിടെ കിട്ടും, അല്ലെങ്കിൽ ആ കോൺസ്റ്റന്റ് ടൈം നമുക്കിവിടെ കിട്ടും. ക്ലിയർ ആണല്ലോ? സോ ഈ 6 കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്രയും സ്റ്റെപ്പൊക്കെ എഴുതി പോയി കഴിഞ്ഞാൽ കുറേ ടൈം നമുക്ക് എടുക്കും. സോ 6 കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ഫോമിലാണ് നമ്മളുടെ ബൈനോമിയൽ ഉള്ളതെങ്കിൽ, അതായത് AX⁻p പ്ലസ് B/x⁻q ഹോൾ റൈസ് ടു n ഫോമിലാണ് നമ്മളുടെ ബൈനോമിയൽ ഉള്ളതെങ്കിൽ നമുക്ക് 6 കണ്ടുപിടിക്കാൻ തന്നെ ഈ ഒരു കുട്ടി ഫോമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും, r-ന്റെ വാല്യൂ കിട്ടും. സോ ഇതിൽ എന്താണ് n എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈനോമിയലിൻ്റെ പവർ, അതേപോലെ p എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സിൻ്റെ പവറാണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ m എന്ന് പറഞ്ഞാൽ ഏത് കോഎഫിഷ്യൻ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത്, x⁻⁶ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ m6 വരും, x⁻⁷ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ m-ന്റെ വാല്യൂ 7 വരും. ഇങ്ങനെയാണ് നമ്മൾ m-ന്റെ വാല്യൂ എടുക്കേണ്ടത്. ദെൻ ഡിവൈഡ് ബൈ p+q, p എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സിൻ്റെ പവർ, ഈ q എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള എക്സിൻ്റെ പവർ. സോ അപ്പോൾ എന്താ വന്നിരിക്കുന്നത്, p+q ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് r എന്നുള്ള വാല്യൂ കിട്ടും. സോ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റിലേക്ക് ഒന്ന് പോകാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ, n എന്ന് പറഞ്ഞാൽ 6 ആണ്, p എന്താണ് 2 ആണ്, q ഇവിടുത്തെ എക്സിൻ്റെ പവർ 1 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി m എത്ര വരും, ഇവിടെ കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുമ്പോൾ x⁻⁴ കോഎഫിഷ്യൻ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ അവിടെ m എത്രയാണ്, 0 ആണ് വരുന്നത്. സോ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് r-ന്റെ വാല്യൂ ഡയറക്റ്റ് എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. ഇത്രയും സ്റ്റെപ്പിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. സോ അതിനുശേഷം എന്ത് ചെയ്താൽ മതി, നമ്മൾ കോൺസ്റ്റന്റ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് അപ്ലൈ ചെയ്താൽ മതി, ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. സോ വീണ്ടും നമുക്ക് പുതിയൊരു ഷോർട്ട് കട്ടായിട്ട് കാണാം. അതുവരേക്കും ബൈ.